മൗര്യഭരണം എന്ന ടോപ്പിക് തൊട്ടാണ് നമുക്കിനി എടുക്കാനുള്ളത് അല്ലേ. അപ്പൊ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഇത്രയും ഭാഗം, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഇത്രയും ഭാഗം കവർ ചെയ്തു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം. അപ്പൊ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മൗര്യഭരണം. മൗര്യ രാജ്യം വിശാലമായിരുന്നു എന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഭരണ സൗകര്യത്തിനായി നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല സംസ്ഥാനങ്ങൾക്കെല്ലാം എന്തുണ്ട്, തലസ്ഥാനങ്ങളും ഉണ്ട്. മൗര്യ രാജ്യവും ഇത്തരത്തിൽ വിവിധ പ്രവിശ്യകളായിരുന്നു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സംസ്ഥാനങ്ങളൊന്നും ഇല്ല അല്ലെ. ഇന്ന് നമുക്ക് നമ്മുടെ ഇന്ത്യയെ തമിഴ്നാട്, കേരളം അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളായി തിരിച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെ സംസ്ഥാനം ഉണ്ടായിരുന്നില്ല, ഓരോ രാജഭരണമായിരുന്നല്ലോ. അപ്പൊ ഈ മൗര്യരാജ സമയത്ത് അത്യാവശ്യം വിശാലമായിരുന്ന സ്ഥലങ്ങളായിരുന്നു. ആ ടൈമിൽ സംസ്ഥാനങ്ങളായിട്ടായിരുന്നില്ല തിരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത്? പ്രവിശ്യകളായിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്നു. നമ്മളുടെ സംസ്ഥാനങ്ങൾക്ക് ആരാണ് തലവൻ? മുഖ്യമന്ത്രിയാണ് അല്ലെ. പക്ഷെ അന്ന് മൗര്യഭരണ സമയത്ത് ഓരോ പ്രവിശ്യകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു നാടിനെ. ആ പ്രവിശ്യകളുടെ തലവൻ ആരായിരുന്നു? ഗവർണർ ആയിരുന്നു. ഗവർണറുടെ നിയന്ത്രണത്തിലായിരുന്നു ഓരോ പ്രവിശ്യകളും നിലകൊണ്ടിരുന്നത്. ഇനി തലസ്ഥാനമായ പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അപ്പോ ഈ മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രമായിരുന്നു. ഇപ്പൊ നമുക്ക് ഡൽഹി ഉണ്ടല്ലോ, അതേപോലെ അന്ന് മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനം പാടലീപുത്രമായിരുന്നു. അവിടെ ഗവർണർ ആയിരുന്നില്ല, അവിടെ ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ മൗര്യ രാജ്യം അത്യാവശ്യം വിശാലമായിരുന്നു. അതിനെ പ്രവിശ്യകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. പ്രവിശ്യകളുടെ നിയന്ത്രണം ഗവർണർമാർക്കായിരുന്നു. എന്നാൽ തലസ്ഥാനം പാടലീപുത്രമായിരുന്നു. അവിടെ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ചക്രവർത്തി നേരിട്ടായിരുന്നു. ഓക്കെ, ഇനി അശോക ലിഖിതങ്ങളുള്ള ഈ ഒരു ടോപ്പിക് നമുക്ക് നോക്കാം കേട്ടോ. അശോക ലിഖിതങ്ങൾ. അശോക ചക്രവർത്തിയുടേതായ ധാരാളം ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികൾ എന്നിവയാണ് രചിച്ചിട്ടുള്ളത്. അശോക ചക്രവർത്തിയുടെ ധാരാളം ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ലഭിച്ചു. ഏതൊക്കെയാണ്? ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളാണ് രചിച്ചിട്ടുള്ളത്. അശോക ലിഖിതങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെ ലിഖിതങ്ങളിലാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് അശോക ഗ്രന്ഥങ്ങൾ ഉള്ളത്, അശോക ലിഖിതങ്ങൾ ഉള്ളത്. അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പ് ആണ്. 1838 ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസപ്പ് ആണ് അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത്. ഭൂരിഭാഗം ലിഖിതങ്ങളിലും ദേവാനാം പിയ, ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോ എന്താ പറഞ്ഞേ? അശോക ചക്രവർത്തിയുടെ ധാരാളം ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് ഇവ രചിച്ചിട്ടുള്ളത്. ഏത് ലിപികളിലാണ് അശോക ലിഖിതങ്ങൾ? ബ്രാഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് രചിച്ചിട്ടുള്ളത്. അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് ആരാണ്? 1838 ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസപ്പ് ആണ് ആദ്യമായി അശോക ലിഖിതങ്ങൾ വായിച്ചത്. ഇനി അശോക ലിഖിതങ്ങൾ അധികവും തുടങ്ങുന്നത് എങ്ങനെയാണ്? ദേവാനാംപിയ എന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ. ആരെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? രാജാവിനെ അശോക ലിഖിതങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദേവാനാംപിയ എന്നാണ്. എന്നാൽ കർണാടകയിലെ മാസ്കി, ഉദയകുളം, നെട്ടൂർ എന്നിവിടങ്ങളിലെ ലിഖിതങ്ങളിൽ അശോക എന്ന പേര് കാണാം. കർണാടകയിലെ മാസ്കി, ഉദയകുളം, നിട്ടൂർ എന്നിവിടങ്ങളിലെ ലിഖിതങ്ങളിൽ അശോക എന്ന പേര് കാണാം. ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. എന്താ പറയുന്നത്? നമ്മുടെ ഇന്നത്തെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിതങ്ങളും ബ്രാഹ്മി ലിപിയിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ലിപികളുടെയും അക്ഷരങ്ങൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മിയിലുള്ള അക്ഷരം, ബ്രാഹ്മിയിൽ ആ എന്ന് എങ്ങനെ എഴുതും എന്നാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ആ എന്ന് ഹിന്ദിയിൽ എഴുതുന്നത് അടുത്തത് കൊടുത്തിട്ടുണ്ട്. ആ എന്ന അക്ഷരം ബംഗാളിയില്, മലയാളത്തിൽ, തമിഴിലൊക്കെ എങ്ങനെ എഴുതുന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ബ്രാഹ്മിയിലുള്ള അക്ഷരവുമായിട്ട് കണക്ഷൻ ഉള്ളതായി തോന്നും അല്ലെ. ബ്രാഹ്മിയിലെ ആയും ഹിന്ദിയിലും ബംഗാളിയിലും തമിഴിലൊക്കെ എന്തൊക്കെയോ കണക്ഷൻ കാണുന്നുണ്ട് അല്ലെ. മലയാളത്തിലെ അക്ഷരവും അതിൽ നിന്നുണ്ടായതാണെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രാഹ്മിയിൽ നിന്നാണ് ഇന്നത്തെ അധികം നമ്മുടെ ഇന്ത്യയിലെ ഭാഷകളും ഉണ്ടായി വന്നിട്ടുള്ളത്, രൂപപ്പെട്ടിട്ടുള്ളത്. ബ്രാഹ്മി, ഹിന്ദി, ബംഗാളി, മലയാളം, തമിഴൊക്കെ ഇതിൽ പെടുന്നു. ഇനി ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഭൂപടത്തിൽ എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്? തക്ഷശില, പാടലീപുത്രം,
ഉജ്ജയിനി, തൊശാലി, സുവർണഗിരി, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഈ 4 കണ്ടില്ലയോ? നമ്മൾ പറഞ്ഞു പാടലിപുത്രം എന്താന്ന് പറഞ്ഞു? തലസ്ഥാനാണ്. മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്ത്? പാടലിപുത്രം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ബാക്കി 4 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 4 പ്രവിശ്യ തലസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? തക്ഷശില, ഉജ്ജയിനി, തൊശാലി, സുവർണഗിരി. തക്ഷശില, ഉജ്ജയിനി, തൊശാലി, സുവർണഗിരി എന്നിവ പ്രവിശ്യ തലസ്ഥാനവും പാടലിപുത്രം രാജ്യ തലസ്ഥാനവും ആണ്. അപ്പോ നമുക്കിതിൽ നിന്നും ഓരോ ഭാഗങ്ങളിലുള്ള പ്രവിശ്യ എന്നതിന് തിരിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ വരും: തെക്കൻ പ്രവിശ്യ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സുവർണഗിരി. പടിഞ്ഞാറൻ പ്രവിശ്യ ഏതാണ്? ഉജ്ജയിനി. കിഴക്കൻ പ്രവിശ്യ ഏതാണ്? തൊശാലി. വടക്കൻ പ്രവിശ്യ ഏതാണ്? തക്ഷശില. അതിന്റെ ഭൂപടത്തിന്റെ സ്ഥാനം നോക്കിയിട്ട് നമുക്ക് തിരിക്കാം അല്ലെ. വടക്കുള്ളത് തക്ഷശില, വടക്ക് തക്ഷശില. കിഴക്ക് തൊശാലി, കിഴക്ക് തൊശാലി. തെക്ക് സുവർണഗിരി, തെക്ക് സുവർണഗിരി. പടിഞ്ഞാറ് ഉജ്ജയിനി, പടിഞ്ഞാറ് ഉജ്ജയിനി. അപ്പൊ സുവർണഗിരി നമ്മുടെ ഭാഗം എന്ന് ഓർത്താൽ മതി. നമ്മുടെ ഭാഗം സുവർണഗിരി. അപ്പൊ നമുക്ക് തെക്ക് സുവർണഗിരി എന്ന് കിട്ടും. ഇനി വടക്ക്, വടക്ക് തക്ഷശില. ഉജ്ജയിനി എവിടെയാ? പടിഞ്ഞാറ് അല്ലെ. പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത്? ഗുജറാത്ത് അല്ലെ. അപ്പൊ നമ്മൾ ഗുജറാത്തിൽ എന്തുണ്ട്? ജ ഉണ്ടല്ലോ. ഉജ്ജയിനിയിലും ജ ഉണ്ട് അല്ലെ. അപ്പൊ പടിഞ്ഞാറ് ഉജ്ജയിനി എവിടെയാന്ന് ചോദിച്ചാൽ ജാന്ന് കണക്ട് ചെയ്യണം. ഗുജറാത്തിലത് പടിഞ്ഞാറാണ്. അപ്പൊ ഉജ്ജയിനി എവിടെയാണ്? പടിഞ്ഞാറ്. ഓക്കെ, ഉജ്ജയിനി പടിഞ്ഞാറ്, സുവർണഗിരി തെക്ക്, തൊശാലി കിഴക്ക്, തക്ഷശില വടക്ക്. ഓക്കെ, തക്ഷശില അല്ലെ. ശില പറഞ്ഞ എന്താണ്? കല്ല് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ പർവ്വതങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. കല്ലും കൊണ്ട്, ശിലകൾ കൊണ്ടുള്ള പർവ്വതങ്ങൾ എന്നൊക്കെ ഓർത്താൽ മതി. അപ്പൊ നമുക്ക് പർവ്വതങ്ങളുള്ള ആ ഒരു ഭാഗത്ത് വടക്ക് എന്ന് കിട്ടും. തക്ഷശില, തക്ഷശില വടക്ക്. ഓക്കെ, പിന്നെ തൊശാലി മാത്രമല്ലേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. തക്ഷശില എവിടെയാണ്? വടക്ക്. സുവർണഗിരി തെക്ക്. ഉജ്ജയിനി ഗുജ എവിടെയാ? പടിഞ്ഞാറ്. തൊശാലി കിഴക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ. മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ 5 വിഭാഗങ്ങൾ? കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന. മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന. കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന. സൈനിക ഭരണത്തിന്റെ ചുമതല 30 അംഗങ്ങളുള്ള സമിതിയാണ് നിർവഹിച്ചിരുന്നത്. എന്താ പറയുന്നത്? സൈനിക ഭരണത്തിന്റെ ചുമതല 30 അംഗങ്ങളുള്ള സമിതിയാണ് നിർവഹിച്ചിരുന്നത്. തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ അശോകധർമ്മ എന്ന് അറിയപ്പെടുന്നു. തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ എന്തറിയപ്പെടുന്നു? അശോകധർമ്മ. അശോകന്റെ ശാസനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ അശോകധർമ്മയിലെ ആശയങ്ങൾ എന്താണ്? മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇതാണ് അശോകധർമ്മ. മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധർമ്മ എന്ന് ആര് പറയുന്നു? പ്രമുഖ ചരിത്രകാരിയായ റോമില താപ്പർ അഭിപ്രായപ്പെടുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റോമില താപ്പർ. വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധർമ്മ എന്ന് പറഞ്ഞത് ആരാണ്? റോമില താപ്പർ. റോമില താപ്പർ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് കച്ചവടത്തിന്റെ വളർച്ച ആണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ കണ്ടല്ലോ. ഇവ മുദ്രാങ്കിത നാണയങ്ങൾ, പഞ്ച് മാർക്കറ്റ് കോയിൻസ് എന്നറിയപ്പെടുന്നു. മുദ്രാങ്കിത നാണയങ്ങൾ. വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ നിർമ്മിച്ചിരുന്നത്. മുദ്രാങ്കിത നാണയങ്ങൾ എന്തിലാണ്? വെള്ളിയിലും ചെമ്പിലുമാണ് നിർമ്മിച്ചിരുന്നത്. കച്ചവടത്തിനായിട്ട് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇവ. കരവഴിയും കടൽ വഴിയും നദി വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു.
ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം തുടങ്ങിയവയായിരുന്നു പ്രധാന കച്ചവട വസ്തുക്കൾ. അക്കാലത്തെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന സേത്ത്, സാത്തവാഹകർ എന്നീ പദങ്ങൾ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് സേത്ത്, സാത്തവാഹകർ എന്നൊക്കെ പറഞ്ഞാല് എന്തിനെ ഉദ്ദേശിക്കുന്നത്? കച്ചവടക്കാരെ. സേത്ത്, സാത്തവാഹകർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഹാജനപദങ്ങൾ രൂപം കൊണ്ട പശ്ചാത്തലവും അത് പിന്നീട് മൗര്യരാജ്യമായി പരിണമിച്ച കാര്യങ്ങളുമാണല്ലോ ഇതുവരെ ചർച്ച ചെയ്തത്. അതേ കാലത്ത് സമാനമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഗ്രീസ് ആയിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഹാജനപദങ്ങൾ രൂപം കൊണ്ട പശ്ചാത്തലവും അത് പിന്നീട് മൗര്യരാജ്യമായി പരിണമിച്ച കാര്യങ്ങളുമാണല്ലോ ഇതുവരെ ചർച്ച ചെയ്തത്. ഇനി എന്താ പറയുന്നത്? അതേ കാലത്ത് സമാനമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഗ്രീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ മൗര്യ രാജ്യത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇതേ സമയത്ത് മറ്റു രാഷ്ട്രം എവിടെയാണ്? തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഗ്രീസ്. അപ്പൊ ഇനി നമുക്ക് ഗ്രീസിലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് കച്ചവടത്തിന്റെ ഒരു കണക്ഷൻ ആണ് കേട്ടോ. തക്ഷശില, പാടലിപുത്ര, ഉജ്ജയിനി, സുവർണഗിരി ഈ തലസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷനും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഗ്രീസിലെ കാര്യം നമുക്ക് നോക്കാം. ഇവിടെ ഭൂപടത്തിൽ ഗ്രീസ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീബ്സ്, ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്. കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. ഇതെല്ലാം ഗ്രീസിലെ സ്ഥലങ്ങളാണ്. നമുക്ക് നോക്കാം അല്ലെ. ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു. ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. അവ നഗരരാഷ്ട്രങ്ങൾ എന്ന് അറിയപ്പെട്ടു. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗരരാഷ്ട്രം. കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഉയർന്ന കുന്നുകൾക്ക് മീതെ ആയിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ. എന്താ പറയുന്നത്? ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനും വേണ്ടിയിട്ട് ഗ്രാമങ്ങള് ഒന്നിച്ചു നിന്നു. ആ ഒന്നിച്ചു നിൽക്കുന്ന ഗ്രാമങ്ങളെ എന്ത് വിളിക്കുന്നു? നഗരരാഷ്ട്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗരരാഷ്ട്രം. അവിടെ കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. അപ്പൊ അതിന്റെ ഉള്ളിലായിരുന്നു നഗരരാഷ്ട്രം ഉണ്ടായിരുന്നത്. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. ഇങ്ങനെയുള്ള പ്രധാന നഗരരാഷ്ട്രങ്ങളാണ് ഏതൊക്കെ? ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ്. ഓക്കെ, ജനാധിപത്യ വഴിയിലെ ഏഥൻസ്. അപ്പൊ നമ്മൾ ഇതിലെ ആദ്യത്തേതായിട്ടുള്ള ഏഥൻസ് ആണ് നോക്കുന്നത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏഥൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യത ഉള്ള ഒന്നായിരുന്നു. ഇത് മറ്റു നഗരരാഷ്ട്രങ്ങളിലെ ഭരണരീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. രാജഭരണമായിരുന്നു അല്ലെ മറ്റുള്ളടത്ത്. പക്ഷെ ജനാധിപത്യം നമ്മുടെ ഇന്നത്തെ പോലെയുള്ള ഒരു ഇതേപോലെയല്ല, എന്നാലും ജനാധിപത്യ രീതിയായിരുന്നു ഏഥൻസിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അത് വളരെ അത്ഭുതമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം അന്നത്തെ കാലത്ത് ജനാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അടിമകൾ അല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. ഇന്ന് നമ്മൾ പൗരരായിട്ട് കണക്കാക്കുന്നത് എത്ര വയസ്സുള്ളവരെയാണ്? 18 വയസ്സ് അല്ലെ. 18 വയസ്സ് കഴിഞ്ഞ പുരുഷനോ സ്ത്രീയോ ആരായാലും, പുരുഷനും സ്ത്രീയും എല്ലാം എന്താണ്? 30 വയസ്സ് കഴിഞ്ഞാല്, അന്ന് 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാര് മാത്രമായിരുന്നു പൗരന്മാരെ എങ്കിൽ ഇന്ന് നമ്മൾ 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെയും പുരുഷനെയും പൗരനായിട്ട് അംഗീകരിക്കുന്നു അല്ലെ. അപ്പൊ അന്നത്തെ കാര്യം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ പൗരന്മാർ ഉൾപ്പെട്ട ഒരു സമിതി ആയിരുന്നു പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൊണ്ടിരുന്നത്.
ഇതിനായി വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചേർന്നിരുന്നു. ആര്? 30 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരുടെ യോഗം ചേർന്നിരുന്നു. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ എന്നിവരെ പൗരരായി കണക്കാക്കിയിരുന്നില്ല. അപ്പൊ സ്ത്രീ സമത്വം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഒരു ജനാധിപത്യത്തിന്റെ ഒരു രീതി, തുടക്കം എന്നുള്ള ഒരു രീതിക്ക് അന്ന് നിലനിന്നിരുന്നു. മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ സീ. മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ സീ. ആ പ്രദേശത്തെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ ഏതൻസ് സമ്പന്നമായ നഗരരാഷ്ട്രമായിരുന്നു. അപ്പോ മധ്യധരണ്യാഴി പ്രദേശത്തെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? ഏതൻസ്. കപ്പൽ നിർമ്മാണത്തിലും കടൽ യാത്രയിലും വൈദഗ്ധ്യമുള്ള നിരവധി പേർ ഏതൻസിൽ ഉണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച ഇവർ പുത്തൻ ആശയങ്ങളെയും നൈപുണികളെയും സ്വീകരിച്ചു. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ചിന്തകർ ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ടു. സോഫിസ്റ്റുകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ചിന്തകർ വന്നു. സോഫിസ്റ്റുകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടത്. അപ്പോൾ ഏതൻസിലേക്ക് മറ്റു ഭാഗങ്ങളിൽ വന്ന ചിന്തകർ അറിയപ്പെട്ടത് എന്താണ്? സോഫിസ്റ്റുകൾ. ഇത്തരത്തിൽ ഏതൻസിൽ എത്തിച്ചേർന്ന ചിന്തകരിൽ ഒരാളാണ് ചരിത്രത്തിന്റെ പിതാവായി തന്നെ കണക്കാക്കുന്ന ഹെറഡോട്ടസ്. ഒരു പോയിന്റ് കൂടെ കിട്ടിയില്ലേ? ചരിത്രത്തിന്റെ പിതാവ് ആരാണ്? ഹെറഡോട്ടസ്. ഹെറഡോട്ടസ് ആരാണപ്പോ? സോഫിസ്റ്റ്. സോഫിസ്റ്റ് എന്താണപ്പോ? മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ട ചിന്തകരെയാണ് സോഫിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. BCE 6-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലമായിരുന്നു. ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായി. ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്തും ചിന്താമണ്ഡലത്തിലും പ്രതിഫലിച്ചു. അങ്ങനെയാണ് അക്കാലത്ത് പുത്തൻ ആശയങ്ങൾ രൂപപ്പെട്ടത്. ഇവ പിൽക്കാലത്തെ മാനവ ചരിത്രത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പറഞ്ഞ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. BCE 6-ാം നൂറ്റാണ്ടിലെ ഭൗതിക രംഗത്തെ മാറ്റങ്ങൾ പറഞ്ഞു. ആശയധാരയിൽ ഉണ്ടായ മാറ്റങ്ങൾ പറഞ്ഞു. ആ ആശയധാരയിലെ മാറ്റങ്ങൾ പല ആശയങ്ങളുള്ള പല മതങ്ങളുടെ രൂപീകരണം ഉണ്ടായി. ബുദ്ധമതം, ജൈനമതം, ഭൗതികവാദികൾ, അങ്ങനെ പല വാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭൗതിക രംഗത്തെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം അതിൽ വരുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രങ്ങളുടെ രൂപീകരണം അതിൽ വരുന്ന ഒരു കാര്യമാണ്. ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക പുരോഗതി ഉണ്ടാക്കി, മിച്ചോൽപാദനം ഉണ്ടായി, കച്ചവടങ്ങളിലേക്ക് നയിച്ചു, നഗരങ്ങൾ രൂപപ്പെട്ടു, അങ്ങനെ ഒരു പുരോഗമനം സംഭവിച്ചു. രാഷ്ട്ര രൂപീകരണം, ജനപദങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ ജനപദങ്ങൾ, മഹാജനപദങ്ങൾ, മഗധ, മൗര്യരാജ്യം എന്നിവയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അതേസമയം നമ്മൾ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? അലക്സാണ്ടറുടെ സാമ്രാജ്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഏഥൻസിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏഥൻസിലെ പറഞ്ഞു അല്ലെ? ഗ്രീസിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു ഏഥൻസ്. അപ്പൊ നമ്മൾ അതും പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയാണ് ഇതിൽ നോക്കാനുള്ളൂ. ഇനി അടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന അടുത്ത ചാപ്റ്റർ ആണ് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ ആദ്യം മുതൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.